പോകുന്നു. വേറെ എന്താണ് വീട്ടിലിരിക്കുമ്പോഴുള്ള ഹോബി? ഇപ്പൊ അധികം വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല, എന്താണ് ഹോബി? ഞാൻ ദൈവവചനത്തിൽ കൂടെ ഉള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചില ബുക്കുകൾ എഴുതുന്നുണ്ട്. ബുക്കുകൾ എഴുതുന്നുണ്ട്. എന്താണ് ഇപ്പൊ എഴുതി വർക്ക് പൂർത്തീകരിച്ചൊരു പുസ്തകം? പ്രസംഗക്കുറിപ്പാണ്. 3000 പ്രസംഗക്കുറിപ്പ്. 3000 പ്രസംഗക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ദേവദാസന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. 3000 പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ഭാഷകൾ, പുതിയ പുതിയ ഭാഷകൾ പഠിച്ച് ആ ഭാഷയിൽ ബൈബിൾ വായിക്കുന്നു. അപ്പൊ ഏതൊക്കെ ഭാഷകൾ പഠിച്ചിട്ടുണ്ട് ഇതുവരെ? മലയാളം ഉൾപ്പെടെ 11 ഭാഷയിൽ. മലയാളം ഉൾപ്പെടെ 11 ഭാഷകൾ പഠിച്ചു. ദൈവവചനം പഠിച്ചതാണ് എവിടെ? ചിങ്ങവനത്ത് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ സെമിനാരിയിൽ ചിങ്ങവനത്ത് പഠിച്ചു. അതേത് വർഷമാണ്? പണ്ട് 91, 92 കാലം. പൊതുവിൽ പറയാൻ പറ്റില്ലെങ്കിലും എന്റെ പ്രായത്തോളം ഉണ്ട്. ഒരു 5 മാസത്തിനുള്ളിൽ അതുപോലെ സമയത്തിനുള്ളിൽ ആദ്യം വായിച്ചു. ആ സ്പീഡ് പിന്നെ വായിച്ചിട്ടില്ല. ആമോസിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൊടുമുടി ഇവയിലേത്? ഓപ്ഷൻ എ കർമേൽ, ഓപ്ഷൻ ബി ഗിലെയാദ്, ഓപ്ഷൻ സി ഗിൽഗാൽ, ഓപ്ഷൻ ഡി ശമരിയ. ആമോസിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൊടുമുടി. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബഥേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മന്റ് ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബഥേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണാവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിന്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിലും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിന്റെ ചരിത്രം വിരൽ തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9443727226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live. ബൈബിൾ ബ്രെയിൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ബൈബിൾ വായിക്കുവാനും മനസ്സിലാക്കുവാനും ആഴത്തിൽ പഠിക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ബൈബിൾ ബ്രെയിൻസ് ഒരു പ്രചോദനമാകുന്നു എന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമായ വാർത്തയാണ്. ബൈബിൾ വായിക്കുക. പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് പറയാനുള്ള ധൈര്യം ബൈബിൾ പാരായണത്തിലൂടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമുക്ക് വളരെ സന്തോഷത്തോടെ ഇന്നത്തെ മത്സരത്തിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മുടെ മത്സരാർത്ഥിയെ നമുക്ക് പരിചയപ്പെടാം. എവിടെ നിന്നാണ് വരുന്നത്? പേരെന്താണ്? വീട്ടിലാരൊക്കെയുണ്ട്? എല്ലാം ഒന്ന് പറയാം. പാലക്കാട് വടക്കഞ്ചേരി. വടക്കഞ്ചേരിയിലാണ് താമസം. പേര്? ലിസിമോൾ TK. ലിസിമോൾ GK. TK ആയിരുന്നെങ്കിൽ ജനറൽ നോളജ് എന്ന് നമുക്ക് പറയാമായിരുന്നു. TK ആയതുകൊണ്ട് പറയാൻ പറ്റും. വീട്ടില് ഹസ്ബൻഡും 3 മക്കളും. ഹസ്ബൻഡും 3 മക്കളും. മക്കളെല്ലാവരും പഠിക്കുകയാണോ അതോ? 2 പേര് വിവാഹം കഴിഞ്ഞു. ആ മക്കളെല്ലാരും. 2 പേര് ആൺകുട്ടികളാണ്. എല്ലാരും ആൺകുട്ടികളാണ്. 3 പേരും ആൺകുട്ടികളാണ്. 2 പേര് വിവാഹം കഴിഞ്ഞു. ഒരാള് ജോലി ചെയ്യുന്നു. എല്ലാരും ജോലി ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ വീട്ടിൽ സമാധാനത്തോടെ കഴിയുന്ന ഒരു അമ്മയാണ്. ആദ്യകാലത്തെ ആ പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ മറികടന്ന് സന്തോഷകരമായിട്ട് പോകുന്നു. വേറെ എന്താണ് വീട്ടിലിരിക്കുമ്പോഴുള്ള ഹോബി? ഇപ്പൊ അധികം വർക്കുകളും കാര്യങ്ങളൊന്നുമില്ല, എന്താണ് ഹോബി? ഞാൻ ദൈവവചനത്തിൽ കൂടെ ഉള്ള ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ചില ബുക്കുകൾ
എഴുതുന്നുണ്ട്. ബുക്കുകൾ എഴുതുന്നുണ്ട്. എന്താണ് ഇപ്പൊ എഴുതി വർക്ക് പൂർത്തീകരിച്ചൊരു പുസ്തകം? പ്രസംഗക്കുറിപ്പാണ്, 3000 പ്രസംഗക്കുറിപ്പ്. 3000 പ്രസംഗക്കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം ദേവദാസന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. 3000 പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. പ്രിയ ലിസിയാൻഡി തയ്യാറാക്കിയിട്ടുണ്ട് 3000 പ്രസംഗക്കുറിപ്പുകൾ. വേറെ ബൈബിൾ കിസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. പുസ്തകത്തിന് ബൈബിൾ കിസ് പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു. ഓരോ പുസ്തകവും വായിച്ച് ഓരോ പുസ്തകത്തിൽ നിന്നും ചോദ്യങ്ങൾ, വ്യത്യസ്തമായ ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഭാഷകളൊക്കെ അക്ഷരം എടുത്ത് ഭാഷകൾ പഠിച്ച് ബൈബിള് വായിക്കണം. ഭാഷകൾ, പുതിയ പുതിയ ഭാഷകൾ പഠിച്ച് ആ ഭാഷയിൽ ബൈബിൾ വായിക്കുന്നു. അപ്പൊ ഏതൊക്കെ ഭാഷകൾ പഠിച്ചിട്ടുണ്ട് ഇതുവരെ? മലയാളം ഉൾപ്പെടെ 11 ഭാഷയിൽ. മലയാളം ഉൾപ്പെടെ 11 ഭാഷകൾ പഠിച്ചു. അതില് വലിയ പ്രാവീണ്യമില്ല. എഴുതാനും വായിക്കാനാ മറ്റുള്ള ഭാഷകൾക്ക് നമുക്ക് എളുപ്പം പറ്റുള്ളൂ. അല്ലാതെ സംസാര ഭാഷയായിട്ട് അത്ര അങ്ങനെ പഠിച്ചിട്ടില്ല. എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് സമയമില്ല. എഴുതാനും വായിക്കാനും പഠിച്ചിട്ട് അതിൽ ബൈബിൾ വായിക്കുക, അതൊരു പ്രത്യേകത, ഒരു ഹോബിയാണ്. എല്ലാ കാര്യങ്ങളും ഒഴിവ് സമയങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തി സമയം കണ്ടെത്തിയാ ചെയ്യുന്നത്. ഇത് വലിയൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ആരും ചെയ്യാത്ത കൂടുതൽ സമയം അതിനകത്ത് ചെലവഴിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം? പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കണം, അല്ലെങ്കിൽ വിവിധ ഭാഷ പഠിക്കണം, അതിൽ ബൈബിൾ വായിക്കണം എന്നൊക്കെ അങ്ങനെ ഒരു ആരെയെങ്കിലും കണ്ടിട്ട് അങ്ങനെ ഒരു പ്രചോദനം തോന്നിയതാണോ? കണ്ടിട്ടല്ല. ഞാന് കുറച്ചുനാൾ മുമ്പ് 2001 ഗുജറാത്തി ചേച്ചിയുടെ അടുത്ത് പോയി. അപ്പോൾ അവര് അവിടെ ഞങ്ങള് സുവിശേഷ വേലയോടുള്ള അവര് ചെയ്യാനും വർക്കാ. എങ്കിലും ഞാന് ദൈവവചനം പഠിച്ചതായത് കൊണ്ട് അവിടെ ഞങ്ങള് പ്രവർത്തിക്കുമായിരുന്നു. ദൈവവചനം പഠിച്ചതാണ് എവിടെ? ചിങ്ങവനത്ത് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിന്റെ സെമിനാരിയിൽ ചിങ്ങവനത്ത് പഠിച്ചു. അതേത് വർഷമാണ്? പണ്ട് 91, 92 കാലം. പൊതുവിൽ പറയാൻ പറ്റില്ലെങ്കിലും എന്റെ പ്രായത്തോളം ഉണ്ട്. എനിക്ക് ചെറുപ്പം മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആഗ്രഹമുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് ബൈബിൾ സ്കൂളിൽ പോകണമെന്ന്. അന്നേരം 8 പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി 10 ജയിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ PDC കഴിഞ്ഞ് പിന്നെ ഞാൻ മുന്നോട്ട് പഠിക്കാൻ പോയില്ല. എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് പിന്നെ പഠനം നിർത്തിയിട്ട് ബൈബിൾ സ്കൂളിൽ പോയി. ഓക്കെ, ഇനി ഇടയ്ക്ക് നമുക്ക് അനുഭവങ്ങൾ വീണ്ടും പറയാം. ഇപ്പൊ നമുക്ക് നമ്മുടെ മത്സരത്തിന്റെ രീതി ഞാനൊന്ന് പറയുകയാണ്, ശ്രദ്ധിക്കാൻ. നമ്മുടെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ചോദ്യം ഇപ്പൊ തന്നെ ചോദിക്കാം. ശ്രദ്ധിച്ച, നമുക്കാകെ 15 ചോദ്യങ്ങളാണുള്ളത്. സ്ക്രീനിൽ നോക്കൂ. ആദ്യത്തെ 6 ചോദ്യങ്ങൾ കഴിയുമ്പോൾ 1000 രൂപയുടെ സേഫ് സോൺ. അടുത്ത 4 ചോദ്യങ്ങൾ കഴിയുമ്പോൾ 3000 രൂപയുടെ സേഫ് സോൺ. ഒടുവിൽ 15ാമത്തെ ചോദ്യം അവസാനിക്കുമ്പോൾ 10000 രൂപയുടെ ബമ്പർ സമ്മാനം. ഇങ്ങനെയാണ് നമ്മുടെ ചോദ്യത്തിന്റെ രീതികൾ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഫിനിഷ് ചെയ്താൽ മാത്രം 1000 രൂപ സമ്മാന തുക. ചോദ്യങ്ങൾ വളരെ ക്രിട്ടിക്കലാണെന്ന് വെച്ചാൽ നമ്മൾ 5 പുസ്തകം തന്നിട്ടാണ് മത്സരാർത്ഥികളോട് തയ്യാറായി വരാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ലളിതമല്ല, ചോദ്യങ്ങൾ വളരെ കഠിനമാണ്. അപ്പം പ്രേക്ഷകരോടൊരു കാര്യം കൂടെ പറയുന്നു, നമ്മുടെ മുൻപുള്ള എപ്പിസോഡുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്, ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. അത് ചെയ്യുമ്പോൾ ഉത്തരം പറയാൻ നിങ്ങൾക്ക് ലളിതമായിരിക്കും, മത്സരിക്കാൻ താല്പര്യപ്പെടുന്നവർ. അപ്പൊ നമുക്കിനി മത്സരത്തിലോട്ട് പോകാം. ഓക്കെ, ഇതാണ്. സംശയം വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇല്ല. ഓക്കെ, ആദ്യത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് യേശു പുരുഷാരത്തോട് പറഞ്ഞത്? ഓപ്ഷൻ എ ക്ഷമിക്കണം, ഓപ്ഷൻ ബി പ്രാർത്ഥിക്കണം, ഓപ്ഷൻ സി സഹിക്കണം, ഓപ്ഷൻ ഡി പകയ്ക്കണം. ഓപ്ഷൻ ബി പ്രാർത്ഥിക്കണം. ഓപ്ഷൻ ബി പ്രാർത്ഥിക്കണം എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. അതൊരു കഠിനമായ കടമ്പയാണ്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉപദ്രവിക്കുന്നവരെ ശപിക്കാനായിരുന്നെങ്കിൽ പെട്ടെന്ന് സംഭവിച്ചതിനെ, പകയ്ക്കാനാണെങ്കിലും പ്രാർത്ഥിക്കാൻ അല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. അത് അസാധാരണമായി ദൈവകൃപയും ദൈവസ്വഭാവവും നമ്മിൽ വേണം. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി പ്രാർത്ഥിക്കണം എന്ന ഉത്തരം ശരിയാണോ? യെസ്, പ്രാർത്ഥിക്കണം എന്ന ഉത്തരം ശരിയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ വല്ല ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഞാനും അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാനും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. അവർ രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്, വിരുദ്ധമായി വരുന്നവരെയൊക്കെ. അതൊരു നല്ല, നമ്മൾ അതിനെ ജയിക്കുകയും ചെയ്യും. ആ ചിന്തകളെയും ആ പ്രതികാര മനോഭാവത്തെയൊക്കെ ജയിക്കുകയും ചെയ്യും. അങ്ങനെ പ്രാർത്ഥിക്കും. ഇതാ ആദ്യത്തെ റൗണ്ടിലെ 2ാമത്തെ ചോദ്യം. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏത് അധ്യായത്തിൽ? ഓപ്ഷൻ എ 2 കൊരിന്ത്യർ 10,
ഓപ്ഷൻ ബി 2 കൊരിന്ത്യർ 8, ഓപ്ഷൻ സി 2 കൊരിന്ത്യർ 12, ഓപ്ഷൻ ഡി 2 കൊരിന്ത്യർ 7. ഈ വാക്യം എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. 2 കൊരിന്ത്യർ 12. ഓപ്ഷൻ സി 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ. ആ ഉത്തരം ഉറപ്പിക്കുന്നു, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഓപ്ഷൻ സി 2 കൊരിന്ത്യർ 12 എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ വളരെ ശരിയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ മുമ്പിലേക്ക് പോകട്ടെ. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മത്സരിക്കുന്നുണ്ട്. മുമ്പിലേക്കും ചോദ്യങ്ങൾ ട്രിക്കി ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഉത്തരം പറയാവുന്നതാണ്. 3-ാമത്തെ ചോദ്യം ഇതാണ്. ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ അബ്രഹാം, ഓപ്ഷൻ ബി ലോത്ത്, ഓപ്ഷൻ സി യാക്കോബ്, ഓപ്ഷൻ ഡി ഇസഹാക്ക്. ഓപ്ഷൻ സി യാക്കോബ്. ഓപ്ഷൻ സി യാക്കോബ്. ദൂതന്മാരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന. ഓക്കെ, ഉറപ്പ്? ഓക്കെ, ഓപ്ഷൻ സി യാക്കോബ് എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരവും വളരെ വളരെ ശരിയാണ്. അങ്ങനെ ഇടതടവുകളില്ലാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ പോകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ആദ്യത്തെ റൗണ്ടിലെ 4-ാമത്തെ ചോദ്യം. അബ്നേർ ശൗലിന്റെ ആരായിരുന്നു? അബ്നേർ. ഓപ്ഷൻ എ സഹസ്രാധിപൻ, ഓപ്ഷൻ ബി ബാല്യക്കാരൻ, ഓപ്ഷൻ സി ഭൃത്യൻ, ഓപ്ഷൻ ഡി സേനാധിപതി. അബ്നേർ ശൗലിന്റെ ആരാണ്? ശൗലിന്റെ ആരാണ് അബ്നേർ? ഓപ്ഷൻ ഡി സേനാധിപതി. ഓപ്ഷൻ ഡി സേനാധിപതി. അപ്പൊ നല്ലപോലെ ബൈബിൾ വായിക്കുന്ന ആളാണ്. ഈ ചോദ്യം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ, ഉത്തരം കണ്ടുപിടിക്കാൻ അല്പം പാടാണ്. അബ്നേർ ശൗലിന്റെ ആരായിരുന്നു? ഓക്കെ, ഓപ്ഷൻ ഡി സേനാധിപതി എന്ന ഉത്തരം ശരിയാണോ? യെസ്, ആ ഉത്തരവും ശരിയാണ്. നല്ല രീതിയിൽ ബൈബിൾ എത്ര തവണ വായിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്? മലയാളത്തിൽ 10. മലയാളത്തിൽ 10 തവണ. അത് എത്ര വർഷം കൊണ്ടാണ്, എത്ര സമയം കൊണ്ടാണ്? ഒന്ന് ഞാൻ PDC പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നേരം ഒരു ആഗ്രഹം വന്നിട്ട്, ഒരു ക്ലാസ് ഉണ്ടായിട്ടും രാത്രി വലിയ പഠിത്തമില്ല എങ്കിലും എഴുതാനുള്ളതൊക്കെ എഴുതിയിട്ട് രാത്രിയിൽ ഇരുന്ന്, അന്ന് ലൈറ്റ് ഒന്നും ഇല്ല നമുക്ക്, എന്നിട്ട് രാത്രി ഇരുന്ന് വായിക്കും. അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോകും പലപ്പോഴൊക്കെ. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 5 മാസത്തിനുള്ളിൽ, 5 അതുപോലെ സമയത്തിനുള്ളിൽ ആദ്യം വായിച്ചു. ആ സ്പീഡ് പിന്നെ വായിച്ചിട്ടില്ല. 5 മാസത്തിനുള്ളിൽ. അത് ചെറുപ്പത്തിൽ മറ്റു തിരക്കുകളൊന്നും ഇല്ലാതെ അന്ന് പഠിത്തമുണ്ട്, പകല് പഠിക്കണം, രാത്രിയിലുള്ള ഒഴിവ് കിട്ടുമ്പോഴുള്ള സമയം വായിക്കും. പിന്നെ ഇപ്പൊ വായിക്കുന്നൊക്കെ മിക്കവാറും ഓരോ വർഷം കൊണ്ട് വായിച്ചു തീർക്കാൻ മറ്റുള്ള ഭാഷയുടെ ഓരോ വർഷം. ഞാൻ അത് പ്രത്യേകം എത്ര സമയം കൊണ്ടാണ് വായിച്ചതെന്ന് ചോദിക്കാനും പ്രധാനപ്പെട്ട കാരണമായി. കുറച്ച് നാൾ മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, സുവിശേഷ വേല ഇറങ്ങിയിട്ട് 10 വർഷമായുള്ളൂ, അദ്ദേഹം 97 തവണ ബൈബിൾ വായിച്ച് പൂർത്തീകരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം ഇത്രയും പുസ്തകം ഞാനിത് വായിക്കാൻ നോക്കിയിട്ട് പറ്റുന്നേ ഇല്ല, ഇത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഈ പുറപ്പാടിൽ നീല നൂല്, ചുവപ്പ് നൂല്, ധൂമറ നൂല്, അങ്ങനെ സമാഗമന കൂടാരത്തിന് പണി വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ്. നേരത്തെ എനിക്കും കൂടുതൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ വായിക്കണ്ടേന്ന് ഓർത്ത് അതങ്ങനെ ഓക്കെ, അപ്പൊ സമയമെടുക്കും, വായിക്കാൻ സമയമെടുക്കും. അത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് മുൻപോട്ട് പോകാം. ഈ റൗണ്ടിലെ 5-ാമത്തെ ചോദ്യം ഇതാണ്. ആമോസിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൊടുമുടി ഇവയിലേത്? ഓപ്ഷൻ എ കർമേൽ, ഓപ്ഷൻ ബി ഗിലെയാദ്, ഓപ്ഷൻ സി ഗിൽഗാൽ, ഓപ്ഷൻ ഡി ശമരിയ. ആമോസിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കൊടുമുടി. ഓപ്ഷൻ എ കർമേൽ. ഓപ്ഷൻ എ കർമേൽ എന്ന ഉത്തരവാണ് പറഞ്ഞിരിക്കുന്നത്. സംശയമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഓപ്ഷൻ എ കർമേൽ എന്ന ഉത്തരം ശരിയാണോ? യെസ്, കർമേൽ എന്ന ഉത്തരവും ശരിയാണ്. ആൻറ്റി, ഒരു കാര്യത്തിൽ പ്രത്യേകം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഒരു സംശയമില്ല ഒരു ചോദ്യത്തിനകത്ത്. ചെറുതായിട്ടൊന്ന് നോക്കുന്നു, ഉത്തരം പറയുന്നു, വളരെ ലളിതമായിട്ട്. അത് നല്ലപോലെ ബൈബിൾ വായിച്ച് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റൗണ്ടിലെ 1-ാമത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം. ദിദ്രമ്മ പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കലെത്തിയത് എവിടെ വെച്ച്? ഓപ്ഷൻ എ ബഥാനിയ, ഓപ്ഷൻ ബി ഗെന്നസരേത്ത്, ഓപ്ഷൻ സി ഗലീല, ഓപ്ഷൻ ഡി കഫർനഹൂം. ദിദ്രമ്മ പണം വാങ്ങുന്നവർ പത്രോസിന്റെ അടുക്കലെത്തിയത് എവിടെ വെച്ചാണ്? കഫർനഹൂം. ഓക്കെ, ഓപ്ഷൻ ഡി കഫർനഹൂം എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്.
ഓക്കെ, കഫർന്നഹൂമുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. കഫർന്നഹൂം എന്ന ഉത്തരം ശരിയാണോ? യെസ്. അപ്പോൾ ഇതായി നമ്മുടെ ആദ്യത്തെ റൗണ്ട് പൂർത്തീകരിച്ചു. 1000 രൂപയുടെ സേഫ് സോണിലെത്തി. അപ്പോൾ ലിസി ആന്റിക്ക് ഒരു സമ്മാനത്തുക ഉണ്ട്. ഇനി ഒന്ന് റിലീസാകാം, മുൻപോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പൊ ഈ 3000 പ്രസംഗക്കുറിപ്പ് തയ്യാറാക്കി അത് പുസ്തകമാക്കി ഇറക്കുന്നുണ്ടോ? ഇറക്കാനാണ്. അത് നേരത്തെ ദൈവാലോചന ഉണ്ട്, 10 വർഷത്തിന് മുമ്പേ ദൈവാലോചന ബുക്കുകൾ എഴുതുന്നു. അപ്പൊ എനിക്ക് അതിനുള്ള പ്രത്യേക കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഓർത്ത് ബുക്കുകൾ എഴുതുന്നത് എങ്ങനെയാ എനിക്കറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് അഥവാ എഴുതുവാണെങ്കിൽ ബൈബിൾ ക്വിസും പ്രസംഗക്കുറിപ്പ് എഴുതാന്ന് ഇങ്ങനെ ചിന്തിക്കാനിടയായി. അങ്ങനെ അപ്പൊ നമുക്ക് ഏതാണോ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് അത് തിരിച്ചറിഞ്ഞ് ആ കൃപാവരത്തെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭാഷയുടെ കാര്യം 2001 ഗുജറാത്തിൽ പോകുന്ന സമയത്ത് ദൈവാലയം പറഞ്ഞു ഭാഷകൾ പഠിപ്പിക്കുന്നു. അന്നേരം അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ അവിടെ ചെന്നപ്പോ നമുക്ക് ലഘുലേഖ കൊടുക്കാൻ അധികം ഇല്ല. അപ്പൊ നമുക്ക് ഹിന്ദി ഒന്നും അത്ര വശമില്ലാത്തത് കൊണ്ട് ആർക്കെങ്കിലും ലഘുലേഖ കൊടുക്കാം, ലഘുലേഖ ഉണ്ടെങ്കിൽ. അപ്പൊ അതില്ലാത്തതിനെ ഞങ്ങള് ആദ്യം ഇച്ചിരൊക്കെ കിട്ടി, പിന്നെ വിഷമിച്ചപ്പോ വിവിധ ഭാഷക്കാരുണ്ട് അവിടെ. അതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവിടെ അടുത്തുനിന്ന് തന്നെ തൊട്ടടുത്തുനിന്ന് പറഞ്ഞ പോലെ 1.5 ബോക്സ് ലഘുലേഖ, വലിയ വലിപ്പമുള്ളതല്ല, ഒത്തിരി എണ്ണമുള്ള പല ഭാഷയുടെ കിട്ടി. അങ്ങനെ കിട്ടിയിട്ടും നമുക്ക് അത് ഏതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് നോക്കിയാലേ എനിക്കത് ഏത് ഭാഷയാണെന്ന് അറിയത്തുള്ളൂ. ഏത് ഭാഷയാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് പിന്നത്തെ പ്രാവശ്യം ഞാൻ ഗുജറാത്തിൽ 2014 പോയി. അങ്ങനെ പോയപ്പോ ഞാനിങ്ങനെ വീട്ടിൽ അവിടെ എനിക്ക് സമയമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഹിന്ദി ബൈബിള് വായിക്കാന്ന് ഇങ്ങനെ ഒരു ചിന്ത വന്നേ. അപ്പൊ കുറേശ്ശെ യോഹന്നാന്റെ സുവിശേഷം വായിക്കാൻ എളുപ്പം കാണുമെന്ന് ഓർത്ത് അങ്ങനെ നോക്കിയപ്പോ വലിയ കുഴപ്പമില്ല. അപ്പൊ അത് കഴിഞ്ഞ് ആ വർഷമല്ല പിന്നത്തെ വർഷം ആരംഭത്തിൽ തൊട്ട് യോഹന്നാന്റെ സുവിശേഷം ഫുള്ള് വായിക്കാനായിട്ട് തുടങ്ങി. പിന്നത്തെ വർഷം വായിച്ചു കഴിഞ്ഞു ഹിന്ദിയിൽ ഫുൾ ബൈബിൾ വായിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്കിങ്ങനെ അക്ഷരം എടുക്കണമെന്നും ഭാഷ പഠിക്കണമെന്നൊക്കെ ഒറിയ ഭാഷ കണ്ടപ്പോൾ എളുപ്പമെന്ന് തോന്നി. അന്നാ പഠിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നി. പക്ഷെ അതിന്റെ അക്ഷരമൊന്നും അന്നേരം കിട്ടിയില്ല. പിന്നെ കിട്ടി. എന്നാലും അത് പഠിച്ചു വന്നപ്പോ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് അങ്ങനെ പഠിക്കാൻ പാടാം. ഒറിയ എഴുതാനും വായിക്കാനും അറിയാം. ഇപ്പം ചെയ്യാത്തത് കൊണ്ട് അതൊക്കെ മാറുകയുണ്ട്. എന്നാ നോക്കിയാൽ നമുക്ക് വായിക്കാൻ കൊടുക്കും. വർഷങ്ങളുടെ പരിശ്രമമാണ് അത്. പിന്നെ അതിനധികം വർഷം എടുത്തില്ല, ഓരോ ഭാഷയ്ക്ക് അധികം വർഷം എടുത്തില്ല, കുറച്ച് മാസങ്ങൾ കൊണ്ട് പഠിക്കുക. പിന്നെ അതിനുവേണ്ടി ഞാൻ ബൈബിളുകൾ മേടിച്ച്, ഇത് വായിക്കാൻ ബൈബിൾ വേണമല്ലോ, അങ്ങനെ ബൈബിളുകൾ മേടിച്ച് അങ്ങനെ ബൈബിള് നോക്കി വായിക്കുക. ഓക്കെ. അപ്പൊ വിവിധ ഭാഷകളിൽ ബൈബിള് നോക്കി വായിച്ചൊരു പ്രാവീണ്യവും ഒരു പരിചയ സമ്പത്തും ഒക്കെ. ഈ ഭാഷകളിലെല്ലാം ഞാൻ ബൈബിളിൽ പ്രധാനപ്പെട്ടെന്നല്ല, എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്ന കുറച്ച് വാക്യങ്ങൾ എഴുതി ഓരോ ഷീറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ലഘുലേഖയായിട്ട് വീണ്ടും പിന്നീട് ഇറക്കണമെന്നുള്ളൊരു ആഗ്രഹത്തില്. ഓക്കെ. അപ്പം വളരെ ദൈവരാജ്യത്തിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഏതായാലും അത് നിത്യതയിൽ അതിന് പ്രതിഫലം ഉണ്ടാകട്ടെ. കർത്താവ് അതിനെല്ലാ ആദരവും നൽകട്ടെ. അങ്ങനെ ഒരു ആദരവ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഈ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകാം. രണ്ടാമത്തെ റൗണ്ടിൽ പോകുമ്പോൾ 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പുള്ളത്. പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളോ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളോ. ഇപ്പോൾ പഴയ നിയമം തിരഞ്ഞെടുക്കുന്നെങ്കിൽ അടുത്ത റൗണ്ട് പുതിയ നിയമമായിരിക്കും. ഏത് നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വേണ്ടത്? പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇതാ രണ്ടാമത്തെ റൗണ്ടിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യം. ജീവിച്ചിരിക്കേണ്ടതിന് എന്ത് അന്വേഷിപ്പാനാണ് യഹോവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? ഓപ്ഷൻ എ ന്യായം, ഓപ്ഷൻ ബി നീതി, ഓപ്ഷൻ സി നന്മ, ഓപ്ഷൻ ഡി ന്യായപ്രമാണം. ജീവിച്ചിരിക്കേണ്ടതിന് എന്താണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്? ന്യായം. ഓക്കെ, തിരുത്തി ചിന്തിക്കുന്നൊന്നുമില്ല. ഓക്കെ, ഓപ്ഷൻ എ ന്യായം എന്ന ഉത്തരം ഉറപ്പിക്കുകയാണ്. തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? തെറ്റിപ്പോകത്തില്ല തെറ്റിപ്പോകത്തില്ലെന്ന് വിശ്വസിക്കുന്നു. നിരാശപ്പെടുന്നൊന്നുമില്ല ഇനി അഥവാ തെറ്റിപ്പോയേ? ഇല്ല, നിരാശപ്പെടുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം. ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റിപ്പോകാം. പക്ഷേ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഈ ആന്റിയുടെ ഈ എക്സ്പീരിയൻസ് പങ്കുവെച്ചത് വീട്ടിൽ വിശ്രമവേളകൾ പാഴാക്കി കളയുന്ന ഒരുപാട് പേർക്ക് അതൊരു പ്രചോദനം. പലപ്പോഴും ഉറങ്ങത്തില്ല ആ സമയത്ത് ചെയ്യും. ആ സമയത്തൊക്കെയാണ് ഈ വർക്കുകൾ ചെയ്യുന്നത്.
ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത തലമുറയ്ക്ക് അതൊരു പ്രചോദനമാണ്. അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഇന്നിപ്പോൾ ഈ ബുക്കും കാര്യങ്ങളും ഒക്കെ എഴുതുന്നത് ചിലപ്പോൾ ബൈബിൾ ക്വിസ് എഴുതി ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തൊരു 50 വർഷം കഴിഞ്ഞിട്ട് വരെ ഉള്ള ആളുകൾക്ക് അത് വളരെ പ്രയോജനപ്പെടും. പ്രസംഗക്കുറിപ്പ് അതൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ പ്രസംഗക്കുറിപ്പ് ഉപയോഗിച്ച് ഒരാൾ പല വേദികൾ കടന്നു പോകുന്ന ഒരു കാര്യമല്ല. അപ്പോഴും നമ്മൾ ചെയ്തത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ അങ്ങനെ അതെല്ലാം പ്രസിദ്ധീകരണത്തിലേക്ക് വരട്ടെ, അനേകരുടെ കയ്യിലെ പുസ്തകങ്ങൾ എത്തട്ടെ, ദൈവരാജ്യത്തിൽ അത് പ്രചോദനമായി തീരട്ടെ. 7ാമത്തെ ചോദ്യത്തിന് ഉത്തരം, ജീവിച്ചിരിക്കേണ്ടതിന് നിങ്ങൾ ന്യായം അന്വേഷിപ്പാനാണോ യഹോവ ജനത്തോട് പറഞ്ഞത്? ഓപ്ഷൻ എ ന്യായം എന്ന ഉത്തരം ശരിയാണോ? ആ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. നന്മ അന്വേഷിക്കണം. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് നന്മ അന്വേഷിപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് ആന്റി മത്സരി. സമ്മാനത്തുക ഇല്ലാതല്ല കേട്ടോ പോകുന്നത്. സന്തോഷമുണ്ടോ? ചർച്ചിലായിരുന്നെങ്കിൽ സന്തോഷമുള്ള ഒരു കരങ്ങൾ ഉയർത്താൻ പറയാം. അപ്പൊ സന്തോഷമാണ്, വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എക്സ്പീരിയൻസ് പങ്കുവച്ചത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ഈ വീടും തിരക്കും, പ്രത്യേകിച്ച് 3 ആൺപിള്ളേരുടെ അമ്മ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നിസ്സാരമല്ല. അപ്പൊ കാരണം ഈ തിരക്കുകൾക്കിടയിൽ ഈ കാര്യങ്ങൾ ചെയ്തല്ലോ. ഈ നീണ്ട വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഏതായാലും കഴിഞ്ഞ കാലങ്ങൾ ദൈവവചനം പഠിച്ചതൊന്നും വൃഥാവായി പോകാതെ ദൈവരാജ്യത്തിൽ ഒരു സീഡ്, ഒരു വിത്ത് ഇടുന്നതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത് വലിയ പ്രചോദനമാണ്. എനിക്ക് വളരെ ഒരു അനുഗ്രഹമാണ് ഈ അനുഭവങ്ങൾ. എല്ലാ അഭിനന്ദനങ്ങളും ബൈബിൾ ബ്രൈറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുന്നു. വളരെ കോൺഫിഡന്റ് ആയിട്ട് നിശ്ചയദാർഢ്യത്തോടെ മത്സരിച്ചു. ബൈബിൾ ബ്രൈറ്റ്സിന്റെ എല്ലാ ഭാവുകങ്ങളും ആശംസകളും ലിസി ആന്റിയോട് ഞങ്ങൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളും ലിസി ആന്റിയെ പോലെ വായിക്കുക, ലിസി ആന്റിയെ പോലെ പഠിക്കുക. നിങ്ങൾക്ക് മത്സരിക്കാൻ കഴിയട്ടെ. മത്സരമാണ്, അപ്പോൾ അതിൽ പങ്കെടുക്കാൻ ഒരു അവസരമാണ്. മത്സരത്തിൽ ജയപരാജയങ്ങൾ ഉണ്ടാകാം, തെറ്റുകളും കുറവുകളും ഉണ്ടാകാം. പക്ഷെ മത്സരിക്കാൻ കാണിക്കുന്ന ധൈര്യമാണ് വലുത്. അപ്പോൾ തുടർന്ന് നിങ്ങൾക്കും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ. At Bethel Medical Mission Hospital, every surgery is more than medicine. It's a mission of healing led by faith and expertise. ആരോഗ്യമേഖലയിൽ ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? പഠിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എങ്കിലിതാ നിങ്ങളെ സഹായിക്കുവാൻ ബദേൽ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്മൻ ഹോസ്പിറ്റൽ എഡ്യൂക്കേഷണൽ ഗ്രൂപ്പ് നിങ്ങൾക്കൊപ്പം. ബദേൽ മെഡിക്കൽ മിഷൻ നിങ്ങൾക്കായി ഒരുക്കുന്ന കോഴ്സുകൾ: ഫിസിയോതെറാപ്പി ഡോക്ടർ കോഴ്സ്, BSc ഇൻ നഴ്സിംഗ്, MSc ഇൻ നഴ്സിംഗ്, PBBSc, GNM, BSc OTT അനസ്തേഷ്യ +1, അതുപോലെ ഡിഗ്രി കോഴ്സുകൾ BBA, BCom, BCA എന്നിവയാണ്. ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനുള്ള ഈ സുവർണ അവസരം നിങ്ങൾ പാഴാക്കാതെ നിങ്ങളുടെ ലക്ഷ്യം നേടൂ. അതിനായി നിങ്ങൾ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക: 8861517777. ഗുഡ് ന്യൂസ് പെന്തക്കോസ്റ്റിൻ്റെ മുഖശോഭ. ഓരോ ആഴ്ചയിലും ഗുഡ് ന്യൂസ് വാരിക, ഓരോ മിനിറ്റിനും ഓൺലൈൻ ഗുഡ് ന്യൂസ്, ഓരോ കാഴ്ചയിലും ഗുഡ് ന്യൂസ് ലൈവ്. വായിക്കുക, കാണുക, കേൾക്കുക. പെന്തക്കോസ്റ്റിൻ്റെ ചരിത്രം വിരൽത്തുമ്പിൽ. ഗുഡ് ന്യൂസ്. വിവാഹം അത് മാന്യവും വിശുദ്ധവുമാണ്, ദൈവവുമായുള്ള ഉടമ്പടി. തക്ക തുണ ദൈവം തരുന്ന സമ്മാനം. അത് ഗുഡ് ന്യൂസിലൂടെ ആവട്ടെ. ഓൺലൈൻ ഗുഡ് ന്യൂസ് മാട്രിമോണി. കൂടുതൽ വിവരങ്ങൾക്ക് 9473737226 9400520909. Bethel Medical Mission Hospital and Educational Group, Bangalore. Bible Brains. Powered by Good News Live.